2030 ലോകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കും എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതിൽ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഒന്ന് സ്പേസ് ഷിപ്പുകളുടെയൊക്കെ വില കുറയുന്നത് വഴി സ്പേസ് ടൂറിസം എന്ന് പറയുന്ന ഒരു പുതിയ ടൂറിസം മേഖല തന്നെ ലോകത്ത് ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ ടൂർ പോകുന്നതിന് പകരമായിട്ട് ചൊവ്വയിലേക്കോ വ്യാഴത്തിലേക്കോ ഒക്കെ ആയിരിക്കും പോകാൻ പോകുന്നത്. അത് മാത്രമല്ല, ചുറ്റും തിരിഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും AI-യും റോബോട്ടിക്സും. സാധനം വാങ്ങിക്കാൻ കടയിൽ ചെന്നാൽ ബില്ലിങ്ങിൽ റോബോട്ട്, അങ്ങനെ തുടങ്ങി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാറ്റങ്ങളാണ് 5 വർഷങ്ങൾക്കപ്പുറം ഈ ലോകത്ത് സംഭവിക്കാൻ പോകുന്നത്. ഇതൊക്കെ 1 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് കണ്ട് രസിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെന്ന് ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് തെറ്റി. നമ്മളെല്ലാവരും ഇപ്പോൾ ആയിരിക്കുന്നത് ഈ പറയുന്ന 2030 ഒരു ചുവടുവെപ്പിന് വേണ്ടിയിട്ടാണ്. സോ വെൽക്കം ടു എൻട്രി കൊമേഴ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു ഭാവി ജീവിതത്തെ പറ്റിയിട്ടാണ്. പ്രത്യേകിച്ച് കൊമേഴ്സിൽ ഇൻട്രസ്റ്റ് ഉള്ള, കൊമേഴ്സ് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. 2030 കൊമേഴ്സ് ജോബ് മാർക്കറ്റ് എങ്ങനെയായിരിക്കും? നമുക്കറിയാം, പല കാര്യങ്ങളിലും വളരെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിലാണ് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ കാണുന്ന പല ടെക്നോളജിയും ഉച്ചയ്ക്ക് ഉണ്ടാവില്ല, അല്ലെങ്കിൽ വൈകുന്നേരം ഉണ്ടാവില്ല. ഈവൻ നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺസ് പോലും പെട്ടെന്നാണ് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. മുന്നേ 5-6 വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കുന്ന മാറ്റങ്ങൾ ഇപ്പോൾ ദിനം പ്രതി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 5 വർഷത്തെ ഗ്യാപ്പിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ കരിയർ അല്ലെങ്കിൽ ജോബ് മാർക്കറ്റിൽ സംഭവിക്കുക എന്നുള്ളതിനെ വളരെ ബ്രീഫായിട്ട് നമുക്ക് എങ്ങനെയൊന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ വീഡിയോയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതും കൊമേഴ്സ് ഓറിയന്റഡ് ആയിട്ട് സ്റ്റഡി ചെയ്യാൻ താല്പര്യപ്പെടുന്ന കുട്ടികൾക്കുള്ള ഒരു ഓറിയന്റേഷനുള്ള രീതിയിലാണ്. നമ്മളിപ്പോൾ ചെയ്യേണ്ടത്, നമ്മൾ സെലക്ട് ചെയ്യുന്ന കോഴ്സ് അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കരിയർ 5 വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളൊരു പ്രഡിക്ഷൻ, അതൊരു പ്രജുഡിസ്ഡ് മൈൻഡോട് കൂടി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കോഴ്സ് അല്ലെങ്കിൽ ഇനി അഡ്മിഷൻ എടുക്കാൻ പോകുന്ന ഒരു കോഴ്സ്, അതിൻ്റെ സ്പെഷ്യലൈസേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഇലക്റ്റീവുകളൊക്കെ തന്നെ 5 വർഷം കഴിഞ്ഞാൽ അങ്ങനെ ഒരു വിഷയം തന്നെ ഉണ്ടാവോ? അതില്ലാത്തിടത്തോളം അതുമായി ബന്ധപ്പെട്ട ഒരു ജോലി ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ അസ്വാഭാവികമായിട്ടൊരു കാര്യമാണ്. നമുക്ക് എന്താണ് ഇവിടെ ചെയ്യാൻ പറ്റുക? ഒന്നാമത്തെ കാര്യം, സെറ്റിംഗ് ദ സ്റ്റേജ്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ ആഫ്റ്റർ എഫക്റ്റ് ആണ് 5 വർഷങ്ങൾക്ക് ശേഷം ഒരു ജോലിയായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷനായിട്ടോ ഒക്കെ നിങ്ങൾ തേടി വരാൻ പോകുന്നത്. ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇപ്പോൾ എന്തൊക്കെ മേഖലകളിലാണ് കൊമേഴ്സിൻ്റെ സാധ്യതകൾ ഉള്ളതെന്ന് കണ്ടുപിടിക്കുക. ഈ പറയുന്ന ഓപ്പർച്യൂണിറ്റീസ് ഐഡന്റിഫൈ ചെയ്താൽ മാത്രമാണ് അതിലുള്ള ലൂപ്പ് ഹോൾസ് കണ്ടുപിടിക്കാനും അതിലുള്ള ചലഞ്ചസ് ഐഡന്റിഫൈ ചെയ്യാനും നമുക്ക് പറ്റുള്ളൂ. സെറ്റിംഗ് ദ സ്റ്റേജ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളിപ്പോൾ 10th കഴിഞ്ഞൊരു കുട്ടിയാണ്, അല്ലെങ്കിൽ 12th കഴിഞ്ഞു, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞു. ഈ സമയത്ത് നിലവിലുള്ള ലാൻഡ്സ്കേപ്പിംഗ് മനസ്സിലാക്കുക. സാധ്യതകൾ എവിടെയൊക്കെയാണ് വരുന്നത്, അല്ലെങ്കിൽ അതിനകത്തുള്ള ലൂപ്പ് ഹോൾസ് എന്തൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. രണ്ടാമത്തെ കാര്യം, കീ ഡിസ്റപ്റ്റേഴ്സ്, അല്ലെങ്കിൽ 5 വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ 3 വർഷങ്ങൾക്ക് ശേഷം ഏതൊക്കെ കാര്യങ്ങളിലാണ് ഇതിൽ മാറ്റം സംഭവിക്കുക. അപ്പോൾ നമുക്കറിയാം, AI എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഈ AI-യിൽ തന്നെ അഡ്വാൻസ്മെന്റ്സ് വരും. അപ്പോൾ ഇവിടെ AI പഠിക്കുന്ന ഒരാൾക്ക് മാത്രമാണ് 5 വർഷങ്ങൾക്ക് ശേഷം അതിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ലൂപ്പ് ഹോൾസ് എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലെ തന്നെ കൊമേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കെ തന്നെ ഇപ്പോൾ നിലവിൽ നമുക്ക് എന്തെല്ലാം ലൂപ്പ് ഹോൾസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് ഒരു 3 വർഷങ്ങൾക്ക് അപ്പുറം ഒരു കരിയർ ആക്കി മാറ്റാൻ പറ്റുമെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നമ്മൾ റെഫ്രിജറേറ്റേഴ്സ്, ഫുഡ് സേവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഫുഡ് കീപ്പ് ചെയ്യാൻ വേണ്ടി റെഫ്രിജറേറ്റർ എന്നുള്ള ഐഡിയ കൊണ്ടുവന്നു. ഈ സമയത്ത് അതിൽ തന്നെ പല രീതിയിലുള്ള ഇന്നോവേഷൻസ് നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. കാല് വെച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഫ്രീസർ ഡൗൺ ആക്കാനും, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ പല മാറ്റങ്ങളും ആ ഒരൊറ്റ യൂണിക് പ്രൊഡക്റ്റിൽ തന്നെ കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ അഡ്വാൻസ്മെന്റ്സ് നടന്നു കഴിഞ്ഞു. ഇവിടെ കൊമേഴ്സ് എടുത്ത് പഠിക്കുന്ന ഓരോ കുട്ടിയും ഇതേപോലുള്ള ഒരു യുണീക്ക് നീഷ ഐഡന്റിഫൈ ചെയ്യണം. 5 വർഷങ്ങൾക്ക് അപ്പുറം നമ്മൾ പഠിച്ച ഈ കോഴ്സിനകത്തുള്ള ഈ ഒരു ലൂപ്പ് ഹോളിലായിരിക്കണം നിങ്ങൾ കരിയർ ബിൽഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. സോ ഡിസ്റപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഏത് എലമെന്റ് ആയിരിക്കും ഇപ്പോൾ ഉള്ള ഈ ഒരു നീഷ മാർക്കറ്റിങ്ങിൽ വ്യത്യാസങ്ങൾ കൊണ്ടുവരിക. മൂന്നാമത്തെ കാര്യം, സ്കിൽസ് ആണ്. അന്നും ഇന്നും എന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. പഠിച്ചിറങ്ങുന്ന സിലബസ് മാത്രമല്ല നിങ്ങൾ ജോലി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിൽ ഉണ്ടായിരിക്കുക. ഇപ്പോൾ അക്കൗണ്ടിങ് പഠിക്കുന്ന ഒരു BCom കുട്ടിയെ സംബന്ധിച്ച് ഒരു ഇന്റർവ്യൂവിന് പോയാൽ പോലും നമുക്ക് അവിടെ മുട്ടി നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇന്റർവ്യൂ ചോദിക്കുന്ന പല ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു സ്കിൽ ഗ്യാപ്പ് ഉണ്ട്. പഠിക്കുന്ന കാര്യങ്ങളെല്ലാം പ്രാക്ടിക്കലി സംഭവിക്കുന്നത് എന്നർത്ഥം. ഈ സ്കില്ല് ഫില്ല് ചെയ്യാനായിട്ട് എത്രയും വേഗം നമുക്കൊരു കോഴ്സ് അല്ലെങ്കിൽ ഒരു അപ്സ്കില്ലിംഗ് കോഴ്സ് ചെയ്യാൻ പറ്റുമോ അത് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എന്താണെങ്കിലും ഇപ്പോഴത്തെ ഒരു പ്രോഗ്രാം രീതി പ്രകാരം നമുക്കൊരു സെമസ്റ്റർ ബ്രേക്ക് അല്ലെങ്കിൽ ഒരു ഇയർലി ബ്രേക്ക് എന്താണെങ്കിലും കിട്ടും. ഈ ഒരു സമയത്ത് ഒരു ഷോർട്ട് ടേം ഒരു ഡിപ്ലോമ കോഴ്സോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടേം കോഴ്സോ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൽസിലേക്കുള്ള ആ ഒരു ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യാനും അത് ഫില്ല് ചെയ്യാനും പറ്റും. അത് നമ്മൾ എടുക്കുന്ന കോഴ്സസ് ഏതാണോ, നമ്മുടെ താല്പര്യങ്ങൾ ഏതാണോ അതിനെ ബേസ് ചെയ്തിട്ട് വേണം സ്കിൽ കോഴ്സുകൾ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. അടുത്തൊരു കാര്യം, എമർജിംഗ് അവന്യൂസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പോഴത്തെ ഒരു ലാൻഡ്സ്കേപ്പ് മനസ്സിലാക്കിയാൽ മാത്രമാണ് അതിനകത്തുള്ള ലൂപ്പ് ഹോൾസ് ഐഡന്റിഫൈ ചെയ്യാനും അതെങ്ങനെ നമുക്കൊരു
എന്താ പറയുക ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് ഭാവിയിൽ അതുമായി ബന്ധപ്പെട്ട ഒരു കരിയർ ബിൽഡ് ചെയ്യാനായിട്ടും പറ്റുക എന്നുള്ളത് അറിയണം. ഇനി ആക്ഷനബിൾ സ്ട്രാറ്റജീസ്, ചുമ്മാ വേഗമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ മനസ്സിൽ ഓർത്ത് വെക്കുക, ഞാൻ ഇങ്ങനെ ചെയ്യും, എനിക്ക് അത് ചെയ്യണം, ഞാൻ ഇന്ന കരിയർ ചൂസ് ചെയ്യും എന്ന് പറയാതെ അതൊരു ആക്ഷനബിൾ സ്ട്രാറ്റജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളിപ്പോൾ അക്കൗണ്ടിങ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫിനാൻസ് മേഖല ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ 3-4 വർഷങ്ങൾക്ക് ശേഷം എന്തായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ മാറ്റം? ഓൾറെഡി അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ടെക്നോളജി ബേസ്ഡ് ആയിട്ട് തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ AI കൂടി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കംപ്ലീറ്റ് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഒരു റീപ്ലേസ്മെന്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അക്കൗണ്ടിങ് പഠിക്കുന്ന ഞാൻ അല്ലെങ്കിൽ ഫിനാൻസ് മേഖല ചൂസ് ചെയ്യാൻ പോകുന്ന ഞാൻ അന്ന് എന്ത് ചെയ്യും? അതിനുള്ള ഒരു ആക്ഷനബിൾ സ്ട്രാറ്റജി നമ്മൾ ഇപ്പോഴേ കണ്ടുപിടിക്കണം. ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ടിപ്പ് നമ്മൾ ലാസ്റ്റിലോട്ട് പറയുന്നുണ്ട്. അതിനു മുൻപ് ഇന്നത്തെ ഈ ഒരു കൊമേഴ്സ് വേൾഡിൽ എന്തൊക്കെയാണ് ഇപ്പോൾ നിലവിലുള്ള ചാലഞ്ചസ്, നമുക്ക് ഏത് മേഖലയിലോട്ടാണ് ഒന്ന് ഡൈവേർട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അറിയണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ചലഞ്ചസ് നിങ്ങൾക്കൊരു ഈസിനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ വളരെ കുറച്ച് ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം ഇക്കണോമിക് വോളറ്റിലിറ്റിയാണ്. പല രീതിയിലും രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുക. ഈ പറയുന്ന ബൗണ്ടറീസ് എന്ന് പറയുന്നത് മാപ്പുകളിൽ നമ്മളിപ്പോൾ ഗ്ലോബിലോ മാപ്പിലോ എടുക്കുമ്പോൾ മാത്രമാണ് ഒരു വരയിലൂടെ ഈ ബൗണ്ടറീസ് കാണാൻ പറ്റുന്നത്. അതല്ലാതെ നമുക്ക് ഒരു കാര്യങ്ങളിലും ഒരു ഡീലിങ്സിലും ഇപ്പം ഇങ്ങനെ ഒരു ബൗണ്ടറി ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളും മിക്സ് ചെയ്ത് പല കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇക്കണോമിക് വോളറ്റിലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പാക്ട്ഫുൾ ആയിട്ടൊരു കാര്യമാണ്. കാരണം അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഉടനെ തന്നെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇങ്ങേയറ്റത്തും സംഭവിച്ചിരിക്കും. രണ്ടാമത്തെ കാര്യം ടാലന്റ് ഗ്യാപ്പ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ പറയുന്ന പോലെ ലേബർ മാർക്കറ്റിലേക്ക് എന്ത് സ്കിൽസാണ് വേണ്ടതെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് പറ്റണം. എല്ലാവരും പറഞ്ഞതിൻ്റെ പേരിൽ ഞാനൊരു കോഴ്സ് എടുത്തു, ഞാൻ BBA എടുത്തു, ഞാൻ BCom എടുത്തു, അല്ലെങ്കിൽ ഞാനൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തു എന്നതിനപ്പുറം അതിൽ നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് പുതിയൊരു കോഴ്സ് ഡിസൈൻ ചെയ്യാനോ അതിൽ അഡ്മിഷൻ എടുക്കാനോ ഒന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. ചെയ്യാൻ പറ്റുന്ന കാര്യം ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്പെഷ്യലൈസേഷൻസ് കൊടുക്കുന്ന കോഴ്സുകളിലോട്ട് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ടാലന്റ് ഗ്യാപ്പ് ഒരു പരിധി വരെ ഇങ്ങനെ വൈസ് ആയിട്ടൊരു കോഴ്സ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമുക്കത് ഫിൽ ചെയ്യാൻ പറ്റും. അടുത്തൊരു കാര്യം റെഗുലേറ്ററി കോംപ്ലക്സിറ്റീസ് ആണ്. ഒരു ബിസിനസ് തുടങ്ങാനാണെന്നുണ്ടെങ്കിലും ഒരു കരിയറിൽ നിന്ന് പോകണം എന്നുണ്ടെങ്കിലും ഈ പറയുന്ന ലീഗൽ സ്ട്രക്ചർ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കൊമേഴ്സും അക്കൗണ്ടിങ്ങുമാണ്. അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ ഡിസ്കഷൻസ് മുന്നോട്ട് പോകുന്നത്. സോ റെഗുലാരിറ്റി കോംപ്ലക്സിറ്റീസ് എന്ന് പറയുമ്പോൾ ബിസിനസ് കൊണ്ടുപോകാനായിട്ടാണെങ്കിലും കരിയർ മുന്നോട്ട് കൊണ്ടുപോകാനാണെന്നുണ്ടെങ്കിലും ഒരു കമ്പനിയെ സംബന്ധിക്കുന്ന പല ലീഗൽ പ്രൊസീജിയേഴ്സും ഇന്ന് കുറച്ചും കൂടി കോംപ്ലക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ലേബർ ഫോഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് ആണെന്നുണ്ടെങ്കിലും ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ഡിജിറ്റൽ ആയിട്ടുള്ള പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ടെങ്കിൽ മറു സൈഡിൽ കോൺട്രറി ആയിട്ട് സസ്റ്റൈനബിൾ പ്രാക്ടീസിലേക്ക് ആളുകൾ കൂടുതൽ ഇപ്പോൾ വരുന്നുണ്ട്. കാരണം കസ്റ്റമേഴ്സിന്റെ ഡിമാൻഡ് കീപ്പ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനാണെന്നുണ്ടെങ്കിലും സസ്റ്റൈനബിൾ പ്രാക്ടീസസ് കൂടിയേ തീരൂ എന്ന് കമ്പനികൾക്ക് മനസ്സിലായി. നമ്മൾ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെയും ഇൻട്രസ്റ്റ് കീപ്പ് ചെയ്താൽ മാത്രമാണ് ലോങ് റണ്ണിൽ ഒരു കമ്പനിക്കും നിന്ന് പോകാൻ പറ്റുള്ളൂ. കാരണം അത്രമാത്രം കോമ്പറ്റീഷൻ ഉള്ള ഒരു മേഖലയാണ് കൊമേഴ്സ്, ഇൻഡസ്ട്രി, ബിസിനസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന വളരെ ചുരുക്കം ചില ചലഞ്ചസ് മാത്രമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ചിന്താശേഷിയും നെറ്റ്വർക്കിംഗ് കപ്പാസിറ്റിയും ബേസ് ചെയ്തിട്ട് ഒരുപാട് ലൂപ്പ് ഹോൾസ് ഇന്നത്തെ കോമേഴ്സ് മേഖലയിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആൻഡ് ത്രൂ ദാറ്റ് നമുക്ക് നമ്മുടെ കരിയർ കുറച്ചും കൂടെ ബെറ്റർ ആക്കാനും എൻറിച്ച് ചെയ്യാനായിട്ട് പറ്റും. അടുത്തൊരു കാര്യം ഡിജിറ്റൽ സുനാമിയാണ്. സുനാമി എന്ന് പറയുന്നത് നമുക്കറിയാം ആകെ മൊത്തം ഒരു ഡിസ്ട്രപ്ഷൻ ആണ്. ഈ പറഞ്ഞ ഡിജിറ്റൽ സുനാമി എന്ന് ഉദ്ദേശിക്കുന്നത് ഡിജിറ്റൽ യുഗത്തിൽ പല കാര്യങ്ങളും ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഗ്രീൻ വേവ്സ് ഉദ്ദേശിക്കുന്നത് നമ്മൾ കുറച്ചും കൂടെ ഒരു മനുഷ്യരുമായിട്ട് അടുത്ത് നിൽക്കുന്ന കാര്യങ്ങൾക്ക് ഇപ്പോൾ അല്പം കൂടി ഇമ്പോർട്ടൻസ് കൂടി വരാണ്. നമുക്ക് അതിന് ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്നത് വളരെ നല്ല രീതിയിലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷനൊക്കെ എടുത്തിട്ട് ആ രീതിയിലുള്ള ഒരു കരിയറിലോട്ട് പോവാതെ കൃഷി കാര്യങ്ങൾ അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രാക്ടീസസിൽ ഫോക്കസ് ചെയ്യുന്ന ബിസിനസ്സിലോട്ടൊക്കെ ആളുകൾ ഇപ്പോൾ തിരിച്ചു വരുന്നതിൻ്റെ പ്രധാന റീസൺ അതിന് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ചാൻസസ് തന്നെയാണ്. സോ ഡിജിറ്റൽ സുനാമി ഒരു സൈഡിൽ ഉണ്ടെങ്കിലും ഈ പറയുന്ന എത്തിക്കൽ അല്ലെങ്കിൽ ആ ഒരു എംപത്തറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ലൂപ്പ് ഹോളാണ്. സോ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് AI, ഗ്ലോബലൈസേഷൻ 2.0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബലൈസേഷൻ വേർഷൻ 2 ആണിത്. നേരത്തെ പറഞ്ഞ പോലെ ബൗണ്ടറീസ് എന്ന് പറയുന്നത് വെറും പിക്ചേഴ്സിൽ മാത്രമായിട്ട് ഒതുങ്ങുകയാണ്. ലോകം എന്ന് പറയുന്ന ഒരു കുടക്കീഴിൽ എന്ന് പറയുന്ന ആ ഒരു ടാഗ് ലൈൻ ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിരിക്കുകയാണ്. ഒന്നിനും നമുക്ക് ഈ പറയുന്ന ബൗണ്ടറീസിന്റെ ഡിഫറൻസിയേഷൻ വരുന്നില്ല. എന്ത് കാര്യം ചെയ്യുമ്പോഴും എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ ഒരേപോലെയാണ്. അവിടെ സംഭവിക്കുന്ന ചെറിയൊരു മാറ്റം പോലും ഇങ്ങ് കേരളത്തിന്റെ ഇങ്ങേറ്റത്താണെങ്കിൽ പോലും അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ IoT, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്,
ഇന്റർനെറ്റിൽ കണക്ട് ചെയ്യപ്പെടാത്ത ഒരു ജീവിതം ഇന്ന് നമുക്കില്ല. മൊബൈൽ ഫോൺ മാറ്റിവെച്ച് 1 മണിക്കൂർ പോലും ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ അതുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് നമ്മുടെയൊക്കെ ഡെയിലി ലൈഫ് എന്ന് പറയുന്നത്. അതുപോലെ ബ്ലോക്ക് ചെയിൻ, ക്രിപ്റ്റോഗ്രാഫി, ഈ പറയുന്ന പോലെ എൻക്രിപ്ഷൻസ് എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടെ കൂടുതൽ ഇമ്പോർട്ടൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഡാറ്റ പ്രൈവസി അല്ലെങ്കിൽ ഡാറ്റയെ സേവ് ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിൽ മാറ്റങ്ങൾ കരിയറിലാണെന്നുണ്ടെങ്കിലും ബിസിനസ്സിലാണെന്നുണ്ടെങ്കിലും സംഭവിക്കുന്നതുകൊണ്ട് തന്നെ ഈ മേഖലകളും കുറച്ചും കൂടെ പ്രോംപ്റ്റിംഗ് ആയിട്ട് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ സസ്റ്റൈനബിലിറ്റി ഫോക്കസ് കൊടുക്കുക. ആൻഡ് ദെൻ ഞാൻ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ഒരു 3 വർഷം കഴിഞ്ഞാൽ ഉണ്ടാവോ, അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞാൽ അതിനൊരു ജോലി സാധ്യത ഉണ്ടാവും എന്ന് പറയുമ്പോൾ നമ്മൾ അറിയേണ്ടത് ഇപ്പോൾ ഞാൻ എന്തൊക്കെ സ്കിൽസ് ഗെയിൻ ചെയ്യണം. അപ്പോൾ അതിന് നിങ്ങളെ സഹായിക്കുന്ന 1-2 പോയിന്റ്സ് ആണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഡാറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. ഏത് ജോലിയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഡാറ്റയിൽ നിന്നും ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള കുറച്ച് റിപ്പോർട്ട്സ് അല്ലെങ്കിൽ അനാലിസിസ് കമ്പനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു വർത്താണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു അക്കൗണ്ടന്റ് ആയിട്ടാണ് അല്ലെങ്കിൽ ബുക്ക് കീപ്പർ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജോലി ഇനിയുള്ള കാലത്ത് അതിൽ മാത്രം സ്റ്റക്കായി നിൽക്കുന്നതല്ല. നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന റോ ഡാറ്റ, കാരണം നമുക്ക് ചുറ്റും ഫ്ലഡഡ് ഓഫ് ഇൻഫർമേഷൻ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ ഭാഗത്തേക്ക് തിരിഞ്ഞാലും ഇൻഫർമേഷൻസ് ആണ്. പക്ഷെ അതിനെ ഇൻഫർമേഷൻ ആക്കണം എന്നുണ്ടെങ്കിൽ ആ റോ ഡാറ്റയെ മീനിങ് ഫുൾ ആയ രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റണം. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കോഴ്സുകൾ, ഇപ്പൊ AI എന്ന് പറയുന്ന കാര്യം ഇനി അങ്ങോട്ട് കമ്പ്യൂട്ടറിനേക്കാൾ വേഗത്തിൽ സ്പീഡായിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിനെ ബേസ് ചെയ്തിട്ട് ഈ പറയുന്ന ഡാറ്റ അനലിറ്റിക്സ് അല്ലെങ്കിൽ ഇന്റർപ്രിട്ടേഷൻ നിങ്ങൾക്ക് സഹായകമാകുന്ന എന്തെങ്കിലും കോഴ്സസ് ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാം. 2 ഡിജിറ്റൽ ഫ്ലുവൻസി ആണ്. എനിക്ക് അത് ചെയ്യാൻ അറിയില്ല അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു ആപ്പ് യൂസ് ചെയ്യാൻ അറിയില്ല എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് നിങ്ങളുടെ കരിയറിനെ കുറച്ച് ഡൗൺ ആക്കുന്ന ഒരു കാര്യമായിട്ട് മാറും. കാരണം ഡിജിറ്റൽ യുഗത്തിൽ ഈ പറയുന്ന ആപ്പുകൾ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസും ടെക്നോളജീസും യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർ മാത്രം കമ്പനിക്ക് മതി. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ് 12,000 നിയർലി അത്രയും ആളുകളെയൊക്കെ പിരിച്ചുവിട്ട ഒരു കമ്പനി പറ്റിയിട്ടൊക്കെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ സൂചനകൾ തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനിയുള്ള ലോകത്ത് വേഴ്സറ്റൈൽ ആയിരിക്കണം. നമ്മൾ ചെയ്യുന്ന ജോലി മാത്രമേ ഞാൻ ഫോക്കസ് ചെയ്യുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് മറ്റ് മേഖലകളിൽ കൂടി അല്പസ്വല്പം ഡിജിറ്റൽ ലിറ്ററസി ഉണ്ടെങ്കിൽ മാത്രമാണ് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ആൻഡ് ദെൻ ഫിനാൻഷ്യൽ ടെക്നോളജി, ഫിൻടെക് ആപ്പുകൾ. ഇപ്പോൾ നമ്മൾ കൊമേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ കൂടുതലും ഇപ്പോൾ UPI ആണെന്നുണ്ടെങ്കിലും Paytm ആണെന്നുണ്ടെങ്കിലും അങ്ങനെ പല ഫിൻടെക് ആപ്പുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതും പ്രോമിനൻ്റ് ആയിട്ട് മാറാൻ പോകുന്നൊരു സാധ്യതയുണ്ട്. ആൻഡ് ദെൻ അഗൈൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ESG, എൻവയോൺമെന്റൽ സോഷ്യൽ ഗവേണൻസ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ സാധ്യതകളുണ്ട്. അതിൽ നമുക്ക് എന്തെങ്കിലും സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. ആൻഡ് ദെൻ ഇനി ബിയോണ്ട് ട്രഡീഷണൽ റോൾസ്, നമ്മൾ മുന്നേ ഉണ്ടായിരുന്ന പല റോളുകളും ഇപ്പോൾ റീപ്ലേസ്ഡ് ആയെന്ന് പറഞ്ഞു. ഇനി റീപ്ലേസ് ആയി കഴിഞ്ഞാൽ എന്തൊക്കെ ആയിരിക്കാം പുതിയ സാധ്യതകൾ? ഒന്ന് ഫിൻടെക് സ്പെഷ്യലിസ്റ്റ് ആണ്. അക്കൗണ്ടന്റ് എന്നൊക്കെ പേരൊക്കെ ഒരു പക്ഷേ ഇനി മാറിയേക്കാം. ഫിൻടെക് സ്പെഷ്യലിസ്റ്റ്, അതും ഏതെങ്കിലും ഒരു പ്രത്യേക ഡൊമൈനിൽ. അല്ലെങ്കിൽ ESG കൺസൾട്ടന്റ്. ESG എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു എത്തിക്കൽ കൺസിഡറേഷൻ ആണ്. സൊസൈറ്റി അല്ലെങ്കിൽ ഗവൺമെന്റിനോടൊക്കെ ഉള്ള ഒരു എത്തിക്കൽ കൺസിഡറേഷനിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ജോബ് റോൾ. അല്ലെങ്കിൽ ഇ-കൊമേഴ്സ് സ്ട്രാറ്റജീസ് ആകാം. എന്നുവെച്ചാൽ നമ്മുടെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്രസൻസ് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരു റോള്. അല്ലെങ്കിൽ ഡാറ്റ സയന്റിസ്റ്റ് ആകാം. ഡാറ്റ ജനറേറ്റ് ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ ഇൻഫർമേഷൻസിൽ നിന്നും ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള തോട്ട്സ് കമ്പനിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളായിരിക്കാം. ഈ പറയുന്നതെല്ലാം വളരെ ഇൻഡിക്കേറ്റീവ് ആയിട്ടുള്ള റോൾസ് മാത്രമാണ്. ഇതിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല നമ്മുടെ കൊമേഴ്സ് കരിയർ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആൻഡ് ദെൻ ഇതിൽ അടുത്തൊരു സ്റ്റേജ് ആണ് ഓൺടർപ്രണറിയൽ എഡ്ജ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കരിയറിനെ ബേസ് ചെയ്തിട്ടാണ് സംസാരിച്ചതെങ്കിൽ ഇനിയുള്ള സാധ്യത ഒരു പുതിയ ജോലി ഉണ്ടാക്കുക. ഇപ്പം നമുക്ക് ഓൾറെഡി ഉള്ളൊരു ജോലി ചെയ്യാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ഞാൻ അതിനകത്തേക്ക് എത്തിപ്പെടുമെന്ന് സംശയമുണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു ജോലി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എന്ന് വെച്ചാൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ആ ഐഡിയ നമ്മൾ കൺസീവ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ പോയിന്റ്സ് ഒക്കെ തന്നെയാണ്. ഇപ്പോൾ നിലവിലുള്ള ലാൻഡ്സ്കേപ്പ് മനസ്സിലാക്കുക, അതിലെ ലൂപ്പ് ഹോൾസിലൂടെ പുതിയൊരു ഐഡിയ ജനറേറ്റ് ചെയ്യുക, പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. അതുവഴി പുതിയ ഒരു AI യുഗത്തിൽ അല്ലെങ്കിൽ ഡിജിറ്റൽ യുഗത്തിൽ നല്ലൊരു ജോലി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതും വൈസ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നമുക്കൊരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഐഡിയ മനസ്സിലുണ്ട്, അതിൽ നമുക്ക് ശോഭിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിലുള്ള സ്കിൽ ഡെവലപ്മെന്റ് ഇപ്പോഴേ ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഫ്യൂച്ചർ പ്രൂഫിംഗ് കരിയർ, ആക്ഷനബിൾ സ്ട്രാറ്റജീസ്. ഇതിൽ കാണിച്ചിരിക്കുന്നത് 4 കാര്യങ്ങളുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നെറ്റ്വർക്കിംഗ് ആണ്. +2 കഴിഞ്ഞൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു നെറ്റ്വർക്കിംഗ് സൈറ്റാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. ലിങ്ക്ഡിൻ നിങ്ങൾക്കൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങളും ഇഷ്ടപ്പെടുന്ന മേഖലകൾ ഏതൊക്കെയാണോ ആ മേഖലകൾ സെർച്ച് ചെയ്തിട്ട് അതിനകത്തുള്ള ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് മെമ്പർ ആകാം. അതിൽ വരുന്ന പോസ്റ്റുകളും അല്ലെങ്കിൽ അതിൽ വരുന്ന ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് വായിച്ച് ഒരു ഐഡിയ കിട്ടും. നമ്മൾ ആയിരിക്കാൻ പോകുന്ന ആ ഒരു കരിയർ അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷനിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പല രീതിയിലുള്ള പല ഭാഗത്തു നിന്നുള്ള ആളുകളുടെയും ഇൻസൈറ്റ്സ് നമുക്ക് അതിൽ നിന്ന് ഷെയർ ചെയ്ത് കിട്ടും. സോ ഈ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നതാണ് നമുക്കൊരു ബ്രെയിൻ സ്റ്റോമിംഗ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടത്. അതിൽ നിന്ന് കിട്ടുന്ന ഐഡിയാസിലൂടെ വേണം നമ്മൾ ഈ പറയുന്ന 2030 ശേഷമുള്ള നിങ്ങളുടെ കരിയറിനെ എങ്ങനെ ഷേപ്പ് ചെയ്യാം എന്നുള്ളൊരു ഡിസിഷൻ എടുക്കേണ്ടത്. അപ്പോൾ ഇതിന് നമ്മൾ പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരു പ്രഡിക്ഷൻ ആണ്. ഇതൊക്കെ ഇങ്ങനെ തന്നെ സംഭവിക്കുമെന്നോ ഇങ്ങനെയേ സംഭവിക്കൂ എന്നുള്ളതല്ല. പക്ഷേ നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ് തീർച്ചയായിട്ടും നമ്മുടെ ഫ്യൂച്ചർ
ഫോം ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പീറ്റർ ഡ്രക്കറും എബ്രഹാം ലിങ്കണും ഒക്കെ പറഞ്ഞു വെച്ചത് ദ ബെസ്റ്റ് വേ ടു പ്രെഡിക്റ്റ് ഫ്യൂച്ചർ ഈസ് ടു ക്രിയേറ്റ് ഇറ്റ്. നിങ്ങൾക്ക് ഭാവി പ്രൊഡിക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് ഉണ്ടാക്കാൻ ശ്രമിക്കണം. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പ്രൊഡിക്ഷൻസ് ഓൾമോസ്റ്റ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ പ്രൊഡിക്ഷൻസ് കറക്റ്റ് ആയാൽ മാത്രമാണ് നമ്മൾ ഇന്ന് എടുക്കുന്ന ഡിസിഷൻസ് ഒക്കെ അന്ന് വൈസായിട്ട് തോന്നുകയുള്ളൂ. എൻട്രി കൊമേഴ്സിൻ്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാം. താങ്ക്